ഹായ്. ഈ വീഡിയോ എന്ന് കുറച്ച് സ്റ്റഡീസ് ഇപ്പം ഞാൻ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള പഠിക്കുന്ന വ്യക്തിയൊന്നുമല്ല. പക്ഷേ ഞാനൊരു ആവറേജ് എന്നല്ല ബിലോ പാറാണ്. ഞാനൊരു 10th ശരി, +2 എല്ലാം സെക്കൻഡ് ക്ലാസ്സാണ്. അപ്പോൾ ഈ വീഡിയോ ഒരിക്കലും ബ്രില്യൻ്റ് ആയിട്ട് പഠിക്കുന്ന വ്യക്തികളൊക്കെയല്ല, പക്ഷേ സ്ട്രഗിൾ ചെയ്യുന്ന അല്ലെങ്കിൽ പഠിത്തത്തിൽ എന്തെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യണതിൽ, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യണതിൽ, മെമ്മറീൻ്റെ ഇഷ്യൂസ് വരുന്നവർക്ക് ഉള്ള ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുകൊണ്ട് ബ്രില്യൻറ്റ് പീപ്പിൾസ് ഇത് കാണരുത്. ഓക്കെ, ഇത് ബ്രില്യൻറ്റ് പീപ്പിൾസിനുള്ളതല്ല. ഓക്കെ, ഒബ്വിയസ്ലി പഠിക്കുക എന്ന് പറയുന്ന സമയത്ത് മെജോറിറ്റി പീപ്പിൾസിനും പഠിക്കുക ഭയങ്കര കഷ്ടമായിട്ട് മാറാറുണ്ട്. അത് പഠിച്ച കാര്യം മറന്നു പോവുക, അങ്ങനെയൊക്കെ. ഞാൻ ഒന്നാമത് നന്നായി പഠിക്കുന്ന വ്യക്തിയല്ല, പക്ഷേ ഞാൻ എപ്പോഴും നമ്മളെന്തെങ്കിലും കാര്യം ചെയ്യേണ്ടി വന്നതല്ല, ഐ കൺസിഡർ എ കോമ്പറ്റീഷൻ അല്ലേ. നമ്മളൊരു കാര്യം ചെയ്യേണ്ടി വരുന്ന സമയത്ത് നമ്മളത് എത്രത്തോളം ബെറ്ററായി ചെയ്യാൻ പറ്റും എന്നാണ് ചിന്തിക്കുക. പിന്നെ പഠിത്തത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇത് ബ്രെയിൻ ഇൻവോൾവ് ചെയ്യുന്ന ഒരു ആക്ഷനാണ്. ഓക്കെ, മറ്റൊരു കാര്യം പോലെയല്ല. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയണതാണ്, നമുക്കൊരു സിനിമ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാഫ് ഉറക്കത്തിൽ നമുക്ക് ആ സിനിമ ഇങ്ങനെ ഇരുന്ന് കാണാം. ഓക്കെ, നമ്മൾ ഫുള്ളി ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. പല കാര്യത്തിലും അങ്ങനെ. ഇപ്പോൾ നമ്മൾ ഒരാൾ സംസാരിക്കുന്ന സമയത്ത് അയാൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കുക. ഓക്കെ, പല കാര്യത്തിൽ നമുക്ക് അത്ര ബ്രെയിൻ ആക്റ്റീവ് ചെയ്യേണ്ട ആവശ്യമില്ല. മീൻസ് നമ്മളത് പെർഫെക്റ്റായി ചെയ്യണമെങ്കിൽ ബ്രെയിൻ ആക്റ്റീവ് ചെയ്യാം, പക്ഷേ അതില്ലാതെ തന്നെ നമ്മൾ ഇൻവോൾവ് ചെയ്ത് പോകാം. പക്ഷേ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അങ്ങനെയല്ല. നിങ്ങളുടെ ബ്രെയിൻ അവിടെ ആക്റ്റീവ് ആയിരിക്കണം. ഓക്കെ, ബ്രെയിൻ ആക്റ്റീവ് ആണെങ്കിൽ മാത്രമേ ഇതാവുള്ളൂ. കാരണം പിന്നെ പഠിക്കുക എന്ന് പറയുന്ന ഒരു വലിയ കഴിവായിട്ടാണ് ആൾക്കാർ വരിക. പഠിക്കുക എന്നുള്ളത് ഒരു വലിയ കഴിവായിട്ട് ഞാൻ കാണാറില്ല. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ബ്രെയിൻ അത്രയും കപ്പാസിറ്റി ഉണ്ട്. അത് ബ്യൂട്ടിഫുള്ളായി യൂസ് ചെയ്യാൻ കഴിയുന്ന വ്യക്തികൾക്ക് പഠനം കുറച്ചുകൂടി ഈസിയാവും. ഓക്കെ, കാരണം അത് ഏത് വ്യക്തിയാണെന്നില്ല, എവിടെ നിന്ന് വരുന്നു അങ്ങനെ വരുന്നത് പ്രശ്നമില്ല. ബ്രെയിൻ അത്രയും കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ നമ്മുടെ ബ്രെയിനെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. അതായത് എങ്ങനെ ആണ് നമ്മുടെ ബ്രെയിനിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി ആയാലും ശരി, അണ്ടർസ്റ്റാൻഡിങ് എബിലിറ്റി ആയാലും ശരി, അല്ലെങ്കിൽ ഫോക്കസ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ബ്രെയിനുള്ള എബിലിറ്റിയാണ്. പക്ഷേ അത് നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പഠിക്കണം, അല്ലാണ്ട് പറ്റില്ല. അത് ആർക്ക് വേണമെങ്കിൽ, അത് വൺസ് നമ്മൾ ആ ടെക്നിക്സ് പഠിച്ചു കഴിഞ്ഞാൽ കാര്യം ഈസി ആയി വരും. അപ്പോൾ ഞാൻ എങ്ങനെ പഠിക്കുന്ന ഉള്ള രീതിയായിട്ടാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ആൾറെഡി പറഞ്ഞു, ഈ വീഡിയോ എന്ന് പറയുന്നത് ബ്രില്യൻ്റ് ആയിട്ടുള്ള പീപ്പിൾസിനല്ല, ആവറേജ് പീപ്പിൾസിനുള്ളതാണ്. ഓക്കെ, എനിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും കൺസിഡർ ചെയ്യാറുള്ളത്, എൻ്റെ ഒരു ബ്രെയിനെ ഞാൻ സെപ്പറേറ്റ് പേഴ്സണായിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അതായത് ഒരു സെപ്പറേറ്റ് പേഴ്സണാണ് ഞാൻ. അതിനെ പഠിപ്പിക്കുന്ന ഒരു ഇത് പറയാം. ഇപ്പോൾ എനിക്ക് പഠിക്കാനുള്ള ബുക്സാണ് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സെപ്പറേറ്റ് പേഴ്സൺ, ഇത് ബുക്ക്. ഓക്കെ, അപ്പോൾ എൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാധനങ്ങളെല്ലാം ഇതിലേക്ക് എത്തിക്കണം. ഓക്കെ, ഇതിലേക്ക് എത്തിക്കാൻ മാത്രമല്ല, എനിക്ക് ആവശ്യം വരുമ്പോഴൊക്കെ ഇതിൽ നിന്ന് അത് എനിക്ക് യൂസ് ചെയ്യാൻ കഴിയണം, എൻ്റെ ബ്രെയിന്, അതായത് സ്റ്റോറേജ്. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് അത് ഇതിലേക്ക് എത്തണം. ഇത് കറക്റ്റായിട്ട് ഇവിടെ സ്റ്റോർ ചെയ്യപ്പെടണം. എനിക്ക് ആവശ്യമുള്ള സമയത്ത് അത് റിട്രീവ് ചെയ്യപ്പെടണം. അപ്പോൾ ഏത് രീതിയിൽ പഠിച്ചാൽ മാത്രമാണ്. ഞാൻ ഒരിക്കലും കോപ്പി പേസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അതായത് ഇവിടെ നിന്നുള്ളത് നിങ്ങൾ കോപ്പി പേസ്റ്റ്. ഈ കോപ്പി പേസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് വാലിഡിറ്റി വളരെ കുറവായിരിക്കും. വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ നമ്മുടെ ബ്രെയിനിൽ സേവ് ചെയ്യുള്ളൂ. ഞാൻ പഠിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇതിലേക്ക് ഒരു സാധനം എത്തി എന്ന് ഞാൻ ഒരു സർട്ടിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ സാധനം എല്ലാ കാലത്തും എൻ്റെ ബ്രെയിനിൽ ഉണ്ടാവണം. ഓക്കെ, ആ രീതിയിൽ ഞാൻ പഠിക്കുക. അതായത് ഏത് സമയത്ത് നമ്മൾ പറയില്ല, ഏത് ഇതിൽ ചോദിച്ചാലും പറയാം. ഏത് സമയത്തും എനിക്കത് എൻ്റെ ബ്രെയിനിൽ ഞാൻ അങ്ങനെ നോക്കുന്ന സമയത്ത് വിഷ്വലൈസ് ചെയ്ത് എൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കും. ഓക്കെ, അത് പറഞ്ഞാൽ അങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, അങ്ങനെ ഒരു രീതിയിലാണ് പഠിക്കുക. അപ്പോൾ ഞാൻ അത് എങ്ങനെയാണ് അച്ചീവ് ചെയ്യണമെന്ന് കാണിച്ചാൽ, ഞാൻ എപ്പോഴും പഠിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പി പേസ്റ്റ് എല്ലാം പറഞ്ഞു. ഞാൻ എപ്പോഴും ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പഠിക്കാൻ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുന്നത് ഈ സാധനങ്ങളെ ഈ വഴി കൂടെ ഇങ്ങനെ പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോൾ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ബ്രെയിനിൻ്റെ അതിന് വഴി ഞാൻ ഇതിനെ പറഞ്ഞു വിടും. അപ്പോൾ ഓട്ടോമാറ്റിക്കലായി എൻ്റെ ബ്രെയിന് ഇതിൽ എന്തെങ്കിലുമൊക്കെ ക്യാച്ച് ചെയ്യും. ഓക്കെ, എന്തെങ്കിലും ക്യാച്ച് ചെയ്യും. അപ്പോൾ ഇത് ക്യാച്ച് ചെയ്യാനുള്ള എബിലിറ്റി എങ്ങനെ ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ബ്രെയിനിൻ്റെ എബിലിറ്റി അഫക്റ്റ് ചെയ്യുന്ന ലോട്ട് ഓഫ് തിങ്സ് ഉണ്ട്. ഓക്കെ, നമ്മുടെ കോൺസെൻട്രേഷൻ ആക്ച്വലി ഇപ്പോൾ ഇതിലേക്കൂടെ പോകുമ്പോൾ ക്യാച്ച്, ഇപ്പോൾ ഞാൻ ഇതിലൂടെ 10 കാര്യങ്ങൾ കൺവേർട്ട് ചെയ്ത് വിടുകയെന്നുണ്ടെങ്കിൽ ബ്രെയിന് എത്രത്തോളം അത് ക്യാച്ച് ചെയ്യും. അത് ഡിപ്പെൻഡിങ് ഓൺ ബ്രെയിനിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് ഇപ്പോൾ ഈ ബ്രെയിനിന് ആ കാര്യങ്ങളുടെ ഇൻഫ്ലുവൻസ് നിൽക്കുന്ന സമയത്ത് ഈ 10ൽ ഒരു കാര്യമേ ബ്രെയിൻ ക്യാച്ച് ചെയ്യുള്ളൂ. പക്ഷേ ബ്രെയിൻ ആ കാര്യങ്ങളുടെ ഇൻഫ്ലുവൻസിലല്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബ്രെയിൻ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ ഒറ്റ റൗണ്ടല്ല, ഞാൻ പല റൗണ്ട് കൊണ്ടുപോകും. ആദ്യത്തെ റൗണ്ട് ഞാൻ അങ്ങനെ ക്യാച്ച് ചെയ്ത് വിടും. ഓക്കെ, ആദ്യത്തെ റൗണ്ട് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുക, ബുക്ക് വായിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ബ്രെയിൻ ഒരു സർട്ടൻ പോർഷനിൽ ക്യാച്ച് ചെയ്യും. അപ്പോൾ ബ്രെയിൻ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് വേറെ ഒന്നിൻ്റെ ഇൻഫ്ലുവൻസിലാകാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇമോഷനായിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ബ്രെയിൻ അധികം
പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല, നമ്മുടെ ദേഷ്യം വരുന്ന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസിൽ നമ്മൾ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന സമയത്ത്, നമ്മൾ ഡള്ളായിട്ടിരിക്കുന്ന സമയത്ത്, നമ്മൾ വിശന്നിരിക്കുന്ന സമയത്ത്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി എഫക്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഉള്ള സമയത്ത് ബ്രെയിൻ അത്ര ആക്റ്റീവ് ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ എന്തുകൊണ്ട് പറഞ്ഞു വിട്ടാലും ഈ സാധനം ക്യാച്ച് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. ഓക്കെ, പിന്നെ ഇതൊരിക്കലും ഒരു മെക്കാനിക്കൽ പ്രോസസ്സ് അല്ല. നമുക്ക് ഇൻവോൾവ്മെൻറ്റ്, അതായത് നമ്മൾ എത്ര തന്നെ നമുക്കിത് കിട്ടുന്നില്ലെങ്കിൽ പോലും നമുക്ക് അതൊരു ഇൻവോൾവ്മെൻറ്റ് പറഞ്ഞൊരു സാധനം വേണം. കമ്മിറ്റ്മെൻറ്റ് എന്നൊരു സാധനം അവിടെ എന്തായാലും വേണം. ഓക്കെ, ഇവിടെ കിട്ടുന്നുള്ളതുകൊണ്ട് മാത്രം നമ്മൾ അതായത് കിട്ടില്ലെങ്കിൽ പോലും കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രെയിൻ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എനി അതർ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഇതിൽ കൂടെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ഇത് അധികം ക്യാച്ച് ചെയ്യില്ല, വളരെ കുറച്ചേ ക്യാച്ച് ചെയ്യുള്ളൂ. പക്ഷേ ബ്രെയിൻ മറ്റുള്ള കാര്യങ്ങളിലൊന്നും ഇൻഫ്ലുവൻസ് ഉണ്ട്, ഫ്രീ ബ്രെയിനിൽ നിൽക്കുന്ന സമയത്ത് ഇത് മോസ്റ്റ്ലി ഇത് ക്യാച്ച് ചെയ്യും. ഓക്കെ, മോസ്റ്റ്ലി എല്ലാം ഒന്നല്ല. അപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ ഞാനിങ്ങനെ പറഞ്ഞു വിടും. ഓക്കെ, രണ്ടാമത്തെ റൗണ്ടിലും സെയിം പറഞ്ഞു വിടും. അപ്പോൾ എൻ്റെ ബ്രെയിനിൽ നടക്കുന്ന പ്രോസസ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, ആദ്യത്തെ റൗണ്ടിൽ ഇത് ഉണ്ടാവും. സെക്കൻഡ് റൗണ്ടിൽ അത് കുറച്ചുകൂടെ ബിൽഡ് ചെയ്യും. ഓക്കെ, തേർഡ് റൗണ്ടിൽ കുറച്ചുകൂടെ ബിൽഡ് ചെയ്യും. ഓക്കെ, ഞാൻ ഇങ്ങനെ പോകുന്തോറും ഓരോ തവണ പോകുന്തോറും എനിക്ക് എന്താ പറയുക ക്യാച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ഞാൻ ഒരിക്കലും പഠിക്കുന്നല്ല എൻ്റെ ബ്രെയിനോട് ഞാൻ ചുമ്മാ ക്ലാസ് അറ്റൻഡ് ചെയ്യും, ചുമ്മാ ബുക്ക് വായിക്കും. പക്ഷെ ഓരോ എഫേർട്ടിൽ നിന്നും എൻ്റെ ബ്രെയിനിലേക്ക് എന്തെങ്കിലും സാധനം ഇതിൽ നിന്ന് എടുക്കും. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് 100 കൊടുക്കുമ്പോൾ ഇതിൽ നിന്ന് എടുക്കപ്പെടുന്നത് ചിലപ്പോൾ 20 ആയിരിക്കും. ഓക്കെ ഞാൻ ഹാപ്പിയാണ്, 20 ആണ്. ഞാൻ 100 മൊത്തം എൻ്റെ ബ്രെയിനിൽ എത്തുന്ന ആഗ്രഹിക്കാറില്ല. അടുത്ത പ്രോസസ്സിൽ കുറച്ചുകൂടെ ക്യാച്ച് ചെയ്യും. ഞാൻ ഇങ്ങനെ ക്യാച്ച് ചെയ്തിട്ടാണ് എൻ്റെ ബ്രെയിനിലേക്ക് എത്തിക്കുന്നത് ഒരു സാധനം. അപ്പോൾ പല കാര്യങ്ങളും എനിക്കത് മെമ്മറൈസ് ചെയ്ത് ഇങ്ങനെ ചെയ്യണതിൽ എന്താ പറയുക, ബ്രെയിൻ ഈസി ആയിട്ട് ഇവിടെ ഇതിങ്ങനെ ബിൽഡ് ചെയ്യും, ഒരു സ്റ്റോറി ബിൽഡ് ചെയ്യും ബ്രെയിനിൽ. ഓക്കെ, വൺസ് ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ കുറേ തവണ ഇൻവോൾവ് ചെയ്യുന്ന സ്ഥലത്ത് ഓട്ടോമാറ്റിക്കായി ഇത് ബിൽഡ് ചെയ്ത് ഇങ്ങനെ കണക്റ്റീവായിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടും. ഓക്കെ, ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ആ ടോപ്പിക്കിനെ കുറിച്ച് ഒരു കാര്യം ചിന്തിക്കുമ്പോൾ എനിക്കിങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്ന് നിൽക്കും. ഇത് പറഞ്ഞാൽ അങ്ങനെ അന്ന് നടന്നിട്ടുണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു. സിമ്പിളായിട്ട് ഞാൻ ഒരിക്കലും എന്താ പറയുക കാണാപ്പാടം അല്ല പഠിക്കുക. കാണാപ്പാടം പഠിച്ചിട്ടുള്ള ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ പഠിക്കുന്ന രീതി അതല്ല. കാരണം ഓട്ടോമാറ്റിക്കലി നമ്മളിങ്ങനെ പലതവണയായിട്ട് ഇതിൽ ഇൻവോൾവ് ചെയ്യുന്ന അതാ പറഞ്ഞത്, ഒരിക്കലും പഠിക്കാനിരിക്കുന്ന സമയത്ത് ഞാൻ ഇത് മൊത്തം പഠിക്കണം എന്ന് പറഞ്ഞിട്ടല്ലേ എഴുതാൻ. ഞാൻ പറഞ്ഞല്ലേ, ഇവിടെ എൻ്റെ ബ്രെയിൻ നിൽക്കുന്നു, ഇതിൽ കൂടെ ഞാൻ എല്ലാം പറഞ്ഞു വിടുന്നു. അതിൽ നിന്ന് certain person എൻ്റെ ബ്രെയിൻ ക്യാച്ച് ചെയ്യുന്നു. ഇതേ ഞാൻ വീണ്ടും പറഞ്ഞു, certain person വീണ്ടും ക്യാച്ച് ചെയ്യണം, certain person ക്യാച്ച് ചെയ്യണം. ഇങ്ങനെ ഓരോ തവണ ക്യാച്ച് ചെയ്യുമ്പോഴും ബ്രെയിൻ കുറച്ചുകൂടെ ബെറ്റർ ആകും. അതായത് നമ്മളൊരു കാര്യത്തിൽ വീണ്ടും ഇൻവോൾവ് ചെയ്യാൻ തോറും നമ്മൾ അതിൻ്റെ എബിലിറ്റി ഇൻക്രീസ് ആവും. ഓക്കെ, ഇപ്പം നമ്മൾ ഫസ്റ്റ് വിട്ടപ്പോൾ ക്യാച്ച് ചെയ്ത് 20 ആണെങ്കിൽ അടുത്ത റൗണ്ടിൽ അത് 30 ക്യാച്ച് ചെയ്യും. ഇങ്ങനെ ഓവർ ടൈമിൽ നമ്മൾ ഫുള്ളായിട്ട് ക്യാച്ച് ചെയ്തെടുക്കും. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വഴി കൂടെ എന്നെ പറഞ്ഞു വിടാമെന്നുള്ളതാണ്. ഓക്കെ, കാരണം ഞാൻ അധികം നേരം പഠിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരു വ്യക്തിയല്ല. അധികം നേരം പഠിക്കാൻ വേണ്ടി പെട്ടെന്ന് മൂഡ് ഔട്ട് ആവും. ഓക്കെ, അപ്പോൾ അത് ഈ പറഞ്ഞു വിടല് ഇത് പ്രശ്നമല്ല. എനിക്ക് ഈ പറഞ്ഞു വിടില്ലേ, ഇപ്പോൾ നമ്മൾ ഒരു ബുക്ക് 2 തവണ വായിക്കാം, 3 തവണ വായിക്കണം, അങ്ങനെ 4 തവണ വായിക്കാം, അങ്ങനെ വയ്ക്കും. ഈ സാധനം ഓരോന്ന് തവണയും വായിക്കാൻ കുറച്ച് സമയം എടുക്കും. ഓക്കെ, അല്ലാതെ എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഒരു റൗണ്ട് കഴിഞ്ഞ് അടുത്ത റൗണ്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ വരാറില്ല, കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നിട്ടുള്ളത് ഈ സാധനം പറഞ്ഞു വിടാനുള്ളതാണ്. ഇപ്പോൾ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് പിന്നീട് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഞാൻ കുറേ സമയം എടുക്കും. ഓക്കെ, ചിലപ്പോൾ കുറേ മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത റൗണ്ടിലേക്ക് ഞാൻ പോകും. ഓക്കെ, പക്ഷേ എനിക്കറിയാം ഈ സാധനം ഞാനൊരു 5 റൗണ്ട് ഓടിക്കാനേ ഇത് അത് ഇവിടെ എന്ത് തന്നെ പഠിക്കാനുള്ള, അതായത് ഈ ബുക്കിലുള്ളത് എത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ശരി, എത്ര അറിയാത്ത സബ്ജക്റ്റ് ആണ് ശരി, ഈ 5 റൗണ്ട് എൻ്റെ ഫ്രീ മൈൻഡിൽ ഓട്ടിച്ച് കഴിഞ്ഞാൽ അതായത് അതാ പറഞ്ഞത്, ഈ ബ്രെയിനെ ഫ്രീ മൈൻഡായിട്ട് കീപ്പ് ചെയ്യാന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ്. രണ്ടാമത്തെ ഉത്തരവാദിത്വം ഈ സാധനം ഇത് കൂടെ പറഞ്ഞു വിടാന്നുള്ളത്. ഓക്കെ, ഈ 2 ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ഇവിടെ എത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിലും ശരി, ഇവിടെ എത്ര കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പോൾ ഇത് മൊത്തം എൻ്റെ മണ്ടയിൽ ഉണ്ടാവും. ഓക്കെ, അത് എൻ്റെ വിശ്വാസമാണ്. ഞാൻ എപ്പോഴും എന്നെ വിശ്വസിക്കുന്നതിനേക്കാളും കൂടുതൽ ബ്രെയിനെ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, അത്രയും ഞാൻ വിശ്വസിച്ചിട്ടാണ് ഓരോ കാര്യം ഞാൻ എന്ത് കാര്യം പറയുമ്പോഴും ചെയ്യാൻ പോകുമ്പോഴും ഓക്കെ ഇങ്ങനെ 5 റൗണ്ട് ഈ വഴി കൂടെ ഓടിച്ച് കഴിഞ്ഞാൽ നമുക്കത് എത്തും നമുക്കൊരു വിശ്വാസമുണ്ട്. അതിൻ്റെ ബേസിലാണ് ഞാൻ ചെയ്യാറ്. അല്ലാണ്ട് എനിക്ക് കഴിയുന്നതല്ല, എല്ലാവർക്കും അത് പറ്റും എന്നുള്ള രീതിയിലാണ്. ഫോർ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ആദ്യം ഒരു 4 വർഷം മുമ്പ് സിവിൽ സർവീസ് എൻ്റെ തുടക്കം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ എന്താ പറയുമല്ലോ വിദ്യാരംഭം പോലെ എഴുതൊക്കെ ചെയ്യില്ലേ, അതുപോലെ സിവിൽ സർവീസിൽ എൻ്റെ വിദ്യാരംഭം ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം പഠിക്കാൻ ശ്രമിച്ച ഒരു സാധനം എന്ന് പറയുന്നത് മുഗൾ എംപേഴ്സ് ഉണ്ട്. 5 മെയിനായിട്ടുള്ള 5 പേരുണ്ട്. ഈ 5 പേരുടെ പേര് പഠിക്കണം, കറക്റ്റ് ഓർഡറിലും പഠിക്കണം. ഞാൻ എത്ര കഷ്ടപ്പെട്ട് അതായത് കാണാപ്പാടം അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യാൻ പഠിച്ചുകൊണ്ടിരിക്കുക. 5 പേരും ഉണ്ട്, 5 ഓർഡർ കറക്റ്റ് ഓർഡറാണ്. ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്കത് കോപ്പി പേസ്റ്റ് ചെയ്ത് ബ്രെയിനിൽ വെക്കാൻ
പറ്റുന്നില്ല. അപ്പം ഞാൻ അങ്ങനെ ഒരു പ്രോസസ്സ് കുറച്ച് ഞാൻ അറിയാതെ തന്നെ അത് അങ്ങനെ ഒരു രീതി മാറുന്നു. പിന്നെ ലേറ്ററോ ഞാൻ എന്താ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ റെഗുലറായിട്ട് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യും, നോട്ട്സ് പ്രിപ്പയർ ചെയ്യും. മൾട്ടിപ്പിൾ ഒരു നോട്ട്സ് പറഞ്ഞാൽ ഒരു തവണയല്ല, ഞാൻ മൾട്ടിപ്പിൾ ടൈം പ്രിപ്പയർ ചെയ്യും, വീണ്ടും പ്രിപ്പയർ ചെയ്യും. റെഗുലറായിട്ട് ബുക്ക് വായിക്കും. ബുക്ക് വായിക്കുന്നത് വളരെ കുറവാണ്. മോസ്റ്റ്ലി ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ബുക്ക് വായിക്കുന്നത് വളരെ കുറവാണ്. പക്ഷേ റെഗുലറായിട്ട് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഒരു സെർട്ടൻ പീരീഡിന് ശേഷം കഴിയുമ്പോൾ ഞാൻ എൻ്റെ തുടക്കം എന്തായിരുന്നു, ഞാൻ 5 പേര് റിമെമ്പർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 5 പേരിൻ്റെ ഓർഡർ എനിക്ക് തെറ്റും, 5 പേരും തെറ്റും. പക്ഷേ ഈ പ്രോസസ്സ് ഞാൻ വളരെ, ഫോർ എക്സാമ്പിൾ പറയാം, ഒരു 1 ഇയർ ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടാകും വയ്ക്കാം. ആ 1 ഇയർ കഴിയുമ്പോൾ എൻ്റെ ബ്രെയിനിൽ ഇന്ത്യൻ ഒരു ഓൾമോസ്റ്റ് ഇന്ത്യയുടെ 1200 തൊട്ട് 1000 ഓൾമോസ്റ്റ് മുഗൾസ് ഡിക്ലൈൻ ആവുന്ന കാര്യമുള്ള ഹിസ്റ്ററി എൻ്റെ ബ്രെയിനിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അത് ഞാൻ പഠിച്ചതല്ല, ഞാൻ ജസ്റ്റ് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക മാത്രമേ ചെയ്തത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത്, MS ധോണി എപ്പോഴും പറയുന്നതാണ്, ഫോക്കസ് ഓൺ ദ പ്രോസസ്സ്, ഔട്ട്കത്തിൽ ഫോക്കസ് ചെയ്യരുത്, പ്രോസസ്സിൽ എപ്പോഴും ഫോക്കസ് ചെയ്യുക, ഔട്ട്കം. അപ്പം ഞാൻ എപ്പോഴും ആ ഒരു പഠിക്കുന്ന സമയത്തും കണ്ടിന്യൂസ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ആ സമയത്ത് എൻ്റെ ബ്രെയിനിലേക്ക് എത്ര കയറുണ്ട് എന്നതിനെ കുറിച്ച് പോലും ഞാൻ കൺസേൺ, എന്തെങ്കിലും കയറിയാൽ തന്നെ ഞാൻ ഹാപ്പി ആയിരിക്കും. ഓക്കെ, അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു പ്രോസസ്സ്, അതായത് ഒട്ടും പഠിക്കാൻ പറ്റില്ല നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കും. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ബ്രെയിന് ഭയങ്കര കപ്പാസിറ്റി ഉണ്ട്. അത് ആരിൻ്റെ ബ്രെയിനാണ് ശരി, ഏത് വ്യക്തിയുടെ ബ്രെയിൻ, എവിടെ ജനിച്ചിട്ടുള്ള വ്യക്തിയാണ് ശരി, ഏത് ജെൻഡറിലുള്ള വ്യക്തിയാണ് ശരി, അവർ 10ാം ക്ലാസ്സിൽ എത്ര മാർക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ ശരി, അവർ ഡിഗ്രിക്ക് എത്ര മാർക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ ശരി, ബ്രെയിന് നല്ല കപ്പാസിറ്റി ഉണ്ട്. അല്ലെങ്കിൽ ബ്രെയിന് പ്രോപ്പറായി നമ്മൾ യൂസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ കൂടുതൽ ഗ്രോത്ത് ലൈഫിൽ സംഭവിക്കും. പക്ഷേ അത് നമ്മൾ പഠിക്കണം, എങ്ങനെയാണ് ബ്രെയിനെ ബെറ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഓക്കെ, അത് പഠിക്കാം. പിന്നെ എനിക്കൊന്ന് പറയാനുള്ളത്, ഒരിക്കലും നമ്മൾ ആദ്യത്തെ റൗണ്ടിൽ തന്നെ ഭയങ്കര ഇത് പ്രതീക്ഷിക്കുക. ഇതൊരു സ്ലോ പ്രോസസ്. രോഹിത് ശർമ്മയുടെ ക്രിക്കറ്റ് മാച്ച് കളിക്കുന്ന പോലെയാണ് ഞാൻ ബ്രെയിനിൽ എപ്പോഴും അങ്ങനെ ചിന്തിക്കുക. അതായത് ആദ്യം നമ്മൾ സ്ലോ ആയിട്ട് തുടങ്ങും, പിന്നെ കുറച്ചും അവസാനത്തെ 10 ഓവർ അല്ലെങ്കിൽ അവസാനത്തേക്ക് എത്തിക്കുമ്പോൾ രോഹിത് ശർമ്മയെ തൊടാനേ പറ്റില്ല. ഒരു പക്ഷേ രോഹിത് ശർമ്മ 268 റൺ അടിച്ച മാച്ചിൽ അങ്ങനെയാണ് രോഹിത് ശർമ്മ വിൻ ചെയ്തത്. ആദ്യത്തെ 50 റൺ എടുക്കാനൊക്കെ ഭയങ്കര ഇതാണ്. അപ്പോൾ ഈ പ്രോസസ്സ് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രോസസ്സാണ്. ആദ്യത്തെ ഒരു ഇതിൽ വളരെ കുറവായിരിക്കും. പക്ഷേ വൺസ് പറഞ്ഞില്ലേ, നമ്മൾ ഇതിൽ ബിൽഡ് ചെയ്ത് വരും തോറും നമുക്ക് കോൺഫിഡൻസ് ഇൻക്രീസ് ആവും. ഓക്കെ, നമ്മുടെ ബ്രെയിൻ അപ്പോഴേക്കും റെഡി ആയിട്ടുണ്ടാവും. എന്ത് കാര്യം കൊടുത്താലും അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ കൂടെ എന്തിട്ടാലും ഞാൻ പിടിക്കും എന്ന ലെവലിലേക്ക് ബ്രെയിൻ എത്തിയിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ നമ്മൾ 4 റൗണ്ട് 5 റൗണ്ടൊക്കെ ഓടിക്കും തന്നെ ഓട്ടോമാറ്റിക് ബ്രെയിൻ പിന്നെ എന്ത് വേണമെങ്കിൽ ഇട്ടോളും ഞാൻ ക്യാച്ച് ചെയ്യും, എന്ത് വേണമെങ്കിൽ ഇട്ടോളും ഞാൻ ക്യാച്ച് ചെയ്യും എന്നൊരു മൈൻഡിലേക്ക് ബ്രെയിൻ എത്തിച്ചേർന്നുണ്ടാവും. അതിലേക്ക് നമ്മുടെ ബ്രെയിനിൽ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിമ്പിളാണ്, ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നു. അത് നമുക്ക് പിന്നെ ഇന്ന് വരെ നമുക്ക് മനസ്സിലാകാത്ത പല കാര്യങ്ങളും ചുമ്മാ എടുത്ത് നോക്കുമ്പോഴേക്കും ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ, കാരണം ആ സമയത്ത് നിങ്ങളുടെ ബ്രെയിന് ഇവോൾവ് ചെയ്ത് വന്നു എങ്ങനെ ഇത് വർക്കൗട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഉള്ളവർ യൂസ് ചെയ്യും, അല്ലാത്തവർ യൂസ് ചെയ്യാതിരിക്കും.